Welcome to RK's Stories. രുദ്ര ഒരു പുനർജന്മ പ്രണയം ഭാഗം 28. രചനയും അവതരണവും രഘുദാസ് കാട്ടുങ്കൽ. കുമാരി ആ 3 വളകളും ഒരുമിച്ച് ചേർത്ത് ത്രയംബക കവചവും അണിഞ്ഞെന്നെ വധിക്കുവാൻ കൊട്ടാരത്തിനകത്തേക്ക് കയറുന്ന നേരം രുദ്രന്റെ കയ്യിൽ ഇന്ദ്രനീല വളയില്ലാത്ത ആ സമയം, അതാണ് നിനക്കുള്ള സമയം. കൗശല്യൻ പറഞ്ഞത് കേട്ട് വജ്രപാതന്റെ കണ്ണുകൾ തിളങ്ങി. അപ്പോൾ ആ സമയം യുദ്ധക്കളത്തിൽ രുദ്രൻ ഇന്ദ്രനീല വളയില്ലാതെയായിരിക്കും പോരാടുക. ആ സമയം അവനെ വധിക്കുവാൻ വേണ്ട കാര്യങ്ങൾ നാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ആ അവസരത്തിൽ ആ കർത്തവ്യം പൂർത്തീകരിക്കുവാൻ ചിലപ്പോൾ നിനക്കായിരിക്കും അവസരം കിട്ടുക. അതുകൊണ്ട് അതിനു മുൻപൊരിക്കലും അവന്റെ മുന്നിൽ ചെന്നു പെടാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ നിന്നും ഇപ്പോൾ പോയിരിക്കുന്ന പൈശാചിക ശക്തികളൊന്നും തന്നെ എന്റെ മാന്ത്രിക വലയം ഭേദിച്ച് ജനവാസമുള്ള ഇടങ്ങളിലേക്ക് പോവുകയില്ല. എങ്കിലും നീ കൂടി അത് ശ്രദ്ധിച്ചിരിക്കണം. മനസ്സിലായല്ലോ ഞാൻ പറയുന്നത്? തീർച്ചയായും പ്രഭു. വജ്രപാതൻ ഒരിക്കൽ കൂടി കൗശല്യനെ താണു വണങ്ങി. ഇനി അടുത്ത 7 ദിവസം നാം കൊട്ടാരത്തിലായിരിക്കും. അവിടെ ശ്രീപോർക്കലി ഭഗവതിയുടെ ഹോമകർമ്മങ്ങൾ കൂടി നടത്തേണ്ടതായിട്ടുണ്ട്. യുദ്ധം തുടങ്ങും മുൻപ് ഭഗവതിയുടെ ശക്തി കൂടി ആവാഹിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ നാം വിചാരിച്ചതുപോലെ കാര്യങ്ങൾ വിജയകരമായി അവസാനിക്കുകയുള്ളൂ. അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും ഇന്ന് തന്നെ നടത്തണം. ആവശ്യമായ സാധനങ്ങളെല്ലാം സമയത്ത് തന്നെ ഒരുക്കി വെക്കുകയും വേണം. പറഞ്ഞു നിർത്തിയിട്ട് കൗശല്യൻ വജ്രപാതനെ നോക്കി. ഇന്ന് തന്നെ എല്ലാം തയ്യാറാക്കാം പ്രഭു. വളരെ നല്ലത്. യുദ്ധം ആദ്യാവസാനം വരെ നിയന്ത്രിക്കേണ്ടത് സേനാ നേതൃത്വം വഹിക്കുന്ന നീയായിരിക്കും. നാം ഹോമാഗ്നിയിൽ നിന്നും ആവാഹിച്ചു വരുത്തിയ ശക്തികളെയെല്ലാം യഥാവിധി നിയന്ത്രിച്ച് വേണ്ട കാര്യങ്ങൾ ചെയ്യിക്കുവാനും ശ്രദ്ധിക്കണം. നാം ഒരു കാരണവശാലും യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല. കാരണം യുദ്ധം അവസാനിക്കുന്ന ദിവസം വരെ പൂജകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അവിടുത്തെ ഇച്ഛ പോലെ എല്ലാം ഞാൻ നിർവഹിച്ചു കൊള്ളാം പ്രഭു. ഒന്ന് മൂളിയിട്ട് കൗശല്യൻ ഹോമകുണ്ടത്തിന് മുന്നിൽ നിന്നും തൊഴുതതിനു ശേഷം എഴുന്നേറ്റു. സിദ്ധാശ്രമത്തിൽ പരമഹംസ ഗുരുക്കളുടെ വാസസ്ഥലം. ഗുരുക്കൾക്ക് മുന്നിൽ ആദിയും ദുർഗയും വീരഭദ്രനും അവരെ കൂടാതെ രുദ്രന്റെ 10 അംഗരക്ഷകരും നിരന്നു നിൽക്കുന്നു. പരമഹംസ ഗുരുക്കൾ എല്ലാവരോടുമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ വിവരിക്കുകയായിരുന്നു. ഇന്ന് തൊട്ട് 7 ദിവസം നടക്കുന്ന പൂജയിൽ നിങ്ങൾ എല്ലാവരും പങ്കെടുക്കണം. 7-ാം ദിവസം പാതിരാത്രിയിലായിരിക്കും ഇവിടെ നിന്നും നിങ്ങൾ രാജകൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന ആ വനാന്തരത്തിലേക്ക് പോകേണ്ടത്. ആ സമയം അവിടെ നിങ്ങളോടൊപ്പം ചേരുവാൻ എൽവേരയും അവരുടെ സൈന്യവും തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും. രുദ്രനും ദുർഗയ്ക്കും കൊട്ടാരം സ്ഥിതി ചെയ്തിരുന്ന സ്ഥലം കണ്ടുപിടിക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അതിനു മുന്നിൽ കൗശല്യൻ തന്റെ മായയാൽ സൃഷ്ടിച്ചിരിക്കുന്ന സ്ഥലത്ത് വെച്ചായിരിക്കും കൗശല്യന്റെ സൈന്യം നിങ്ങളെ നേരിടുക. യുദ്ധം തുടങ്ങുന്ന ദിവസം കഴിഞ്ഞ് 10-ാം നാളാണ് അമാവാസി. അതിനുള്ളിൽ മുന്നിലെ തടസ്സങ്ങളെല്ലാം നീക്കി കുമാരി കൊട്ടാരത്തിനകത്തേക്ക് കയറിയിരിക്കണം. 10-ാമത്തെ ദിവസം രുദ്രന്റെ കയ്യിലെ ഇന്ദ്രനില വളയും വീരഭദ്രന്റെ മാണിക്യ വളയും കുമാരിയുടെ മരതക വളയും ഒരുമിച്ച് ചേർക്കണം. അവ 3ഉം കൂടി ചേർന്ന് ത്രയംബക കവചമായി കുമാരി കയ്യിൽ ധരിക്കണം. എങ്കിൽ മാത്രമേ ആ കൊട്ടാരത്തിനകത്തേക്ക് കയറാൻ പറ്റുകയുള്ളൂ. 10-ാം ദിവസം കുമാരി കൊട്ടാരത്തിനകത്തേക്ക് കയറുമ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ നാം കപാല രൂപത്തിൽ കുമാരിയോടൊപ്പം വരുന്നതായിരിക്കും. കാരണം ഇനിയും ഒരു ചതി നമുക്ക് പറ്റിക്കൂടാ. ഇനി നിങ്ങൾ എല്ലാവരും ഈ ഹോമകുണ്ടത്തിന് ചുറ്റുമായി ഇരുന്ന് പൂജയിൽ പങ്കെടുക്കുക. ആർക്കെങ്കിലും എന്തെങ്കിലും അതിനു മുൻപേ പറയുവാനുണ്ടോ? ഇല്ല ഗുരുക്കളെ. അവരെല്ലാവരും ഒരേ സ്വരത്തിലാണ് മറുപടി പറഞ്ഞത്. ഇത്രയും നാൾ കാത്തിരുന്ന യുദ്ധം അടുത്തതിന്റെ സന്തോഷത്തിലായിരുന്നു ആ വീരയോദ്ധാക്കൾ. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് അവരെല്ലാവരും ഹോമകുണ്ടത്തിന് ചുറ്റിലുമിരുന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം ജപിച്ചു തുടങ്ങി. കിഴക്കോട്ട് തിരിഞ്ഞ് ഹോമകുണ്ടത്തിന് മുന്നിലായിരുന്ന പരമഹംസ ഗുരുക്കൾ ശിവപൂജയും ആരംഭിച്ചു. യുദ്ധം 1-ാം ദിവസം. വൃശ്ചിക മാസത്തിലെ അമാവാസിക്ക് 10 ദിവസം മുൻപുള്ള ദിവസം രാത്രി പരമഹംസ ഗുരുക്കളുടെ അനുഗ്രഹവും വാങ്ങി ആദിയും ദുർഗയും വീരഭദ്രനും അംഗരക്ഷകരും അവന്തി മഹാസാമ്രാജ്യത്തിന്റെ പഴയ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ആ വനാന്തർ ഭാഗത്ത് കൗശല്യൻ മായയാൽ നിർമ്മിച്ച മായാസ്ഥലത്തേക്ക് യാത്രയായി. ആ സമയം
അങ്ങകലെ കൈലാസത്തിൽ ധ്രുമ മഹർഷി ലോകരക്ഷയ്ക്കായുള്ള പൂജകൾ തുടങ്ങിയിരുന്നു. ആദിയുടെയും ദുർഗയുടെയും കുതിരകളായ ഉച്ചൈസ്രവസിന്റെയും പെഗാസസിന്റെയും മുകളിലായിരുന്നു അവർ യാത്ര ചെയ്തിരുന്നത്. അവിടെ അവരെയും പ്രതീക്ഷിച്ച് പുറം ലോകത്തു നിന്നും മായയാൽ മറച്ച ആ പ്രദേശം മുഴുവനും എൽവേരയും അവരുടെ എണ്ണിയാലൊടുങ്ങാത്ത എൽ സൈന്യവും ഒരു വൻകടൽ പോലെ അണിനിരന്നിരുന്നു. രുദ്രനെയും കൂട്ടരെയും കണ്ട എൽവേര അവരുടെ അടുത്തേക്ക് ചെന്നു. രുദ്ര, ഞാനും എന്റെ സൈന്യവും നിങ്ങളോടൊപ്പം ഈ യുദ്ധത്തിൽ ചേരുവാനായി തയ്യാറെടുത്ത് നിൽക്കുകയാണ്. എൽവേരയ്ക്ക് പിറകിലായി ആയുധധാരികളായ രണ്ടു സുന്ദരികൾ ഒരു കറുത്ത കുതിരയുടെയും ഒരു തവിട്ട് നിറമുള്ള കുതിരയുടെയും പുറത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. വന്നാലും ഞാൻ നിങ്ങൾക്ക് ക്ലോവിയെയും എലിസിയെയും പരിചയപ്പെടുത്താം. എന്റെ സൈന്യത്തെ നയിക്കുന്നവരും എന്റെ സഹോദരിമാരുമാണ് അവർ. അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൽവേര രുദ്രനോട് പറഞ്ഞു. രുദ്രനും ദുർഗയും അവരെ പരിചയപ്പെട്ടതിന് ശേഷം ആ സൈന്യത്തിന്റെ മുൻപിലായി വന്നു നിന്നു. ലോക നന്മയ്ക്കായി പോരാടുവാൻ തയ്യാറായി നിൽക്കുന്ന ആ മഹാസൈന്യത്തിന്റെ ഏറ്റവും മുന്നിൽ കുമാരി രത്നപ്രഭയും എൽവേരയും. അവർക്ക് ഇരുവശത്തുമായി രുദ്രനും വീരഭദ്രനും. എല്ലാവരും അവരുടെ കുതിരകളുടെ പുറത്തായിരുന്നു ഇരുന്നിരുന്നത്. 4 വെളുത്ത കുതിരകൾ. അവ ചിനച്ച് തറയിൽ കുളമ്പുകൊണ്ടടിച്ച് തങ്ങളുടെ മുകളിലിരിക്കുന്ന യജമാനന്മാരുടെ ആജ്ഞ ലഭിക്കുവാനായി കാത്തുനിന്നു. അവർക്ക് പുറകിൽ രുദ്രന്റെ അംഗരക്ഷകരായ വജ്രബാഹു, വിചിത്രരൂപൻ, അക്രൂരൻ, ശ്രുതികൻ, ഭൈരവൻ, കൃപൻ, വികർണൻ, രൗദ്രകർമ്മൻ, ഉഗ്രസേനൻ, ചിത്രവർമ്മൻ എന്നീ 10 പേർ അവരുടെ ആയുധങ്ങളുമേന്തി ചാരനിറമുള്ള കുതിരകളിന്മേൽ തയ്യാറെടുത്തു നിന്നു. അവർക്ക് പുറകിലായി ക്ലോവിയയും എലീസിയയും തങ്ങളുടെ കുതിരകൾക്ക് മുകളിൽ. അതിനും പുറകിലായി ചന്ദ്രക്കലയുടെ രൂപത്തിൽ പരന്നു കിടക്കുന്ന എൽഫ്സിന്റെ മഹാസൈന്യം. സൈന്യത്തിന്റെ നടുക്ക് കുന്തങ്ങൾ പിടിച്ചു നിൽക്കുന്ന കാലാൾപ്പടയും ഇരുവശത്തും നിറഞ്ഞു നിൽക്കുന്ന കുതിരപ്പടയുമായി അതീന്ദ്രിയ ശക്തികളായ എൽഫ്സ് സൈന്യം എന്തിനും തയ്യാറായി നിലയുറപ്പിച്ചു. ആദിയും ദുർഗയും ചേർന്ന് കണ്ടുപിടിച്ച് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് ആ സൈന്യം ഒരു കടൽ ഒഴുകി വരും പോലെ മുന്നോട്ട് നീങ്ങി. കുറച്ചു ദൂരം മുൻപോട്ട് പോയപ്പോൾ കൊട്ടാരത്തിലേക്കുള്ള വഴിയിൽ അവരെ നേരിടുവാനായി കൗശല്യൻ തന്റെ മന്ത്രശക്തിയാൽ രൂപം കൊടുത്ത് ഇരുട്ടിന്റെ സൈന്യം അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ആ സൈന്യത്തിന്റെ ഏറ്റവും മുൻപിലായി മനുഷ്യരൂപം പൂണ്ട് കുതിരപ്പുറത്ത് വജ്രപാതനും അവന്റെ കൂടെ ഭീമാകാരനായ വൃഗോദരനും. അതിനു പുറകിൽ അഗ്നിവർഷൻ ഒരു വൻമതിൽ പോലെ തീ പടർത്തിക്കൊണ്ട് നിന്നു. അഗ്നിവർഷന് പുറകിലായി ദുർവർഷിണി തന്റെ 3 അംഗരക്ഷകരോടൊപ്പം നിലയുറപ്പിച്ചിരിക്കുന്നു. അവർക്ക് പുറകിൽ ഘ്രാണാസുരൻ, ശുദ്രകൻ, പ്രചണ്ഡാസുരൻ, കൃതവർമാസുരൻ, വികടാസുരൻ, ഗണ്ഡകർണൻ, ബാണാസുരൻ, അന്തകാസുരൻ, വിചിത്രബാഹു എന്നീ ഇരുട്ടിന്റെ ശക്തികൾ. അതിനും പുറകിലായി ആചകന്മാരുടെ സൈന്യത്തെ നശിക്കുന്ന സഹോദരങ്ങളായ ദാരുകാചകനും ഭീമകാചകനും ഭീകരരൂപികളായ 2 ചെന്നായ്ക്കളുടെ മുകളിൽ ഇരിക്കുന്നു. ഏറ്റവും പുറകിലായി കരിങ്കടൽ പോലെ ഇളകി മറിയുന്ന, ആർത്തു വിളിച്ചും അട്ടഹസിച്ചും കൊണ്ടിരിക്കുന്ന അതിശക്തന്മാരായ ആചകന്മാരുടെ സൈന്യം. കൗശല്യൻ ആ യുദ്ധമുഖത്തില്ല എന്ന കാര്യം തങ്ങളുടെ സൈന്യത്തിന്റെ മുന്നിൽ നിന്നിരുന്ന ആദിയും ദുർഗയും വീരഭദ്രനും ശ്രദ്ധിച്ചിരുന്നു. തങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്ന സൈന്യത്തെ കണ്ട് അവരെ ആക്രമിക്കുവാനും ഭക്ഷണമാക്കുവാനുമായി കൗശല്യന്റെ രാക്ഷസപ്പട ആർത്തട്ടഹസിച്ച് ഇളകി മറിഞ്ഞു. സർവലോകത്തിന്റെയും ഗതിയെ മാറ്റിമറിക്കുവാൻ പ്രാപ്തമായ മറ്റൊരു കുരുക്ഷേത്ര യുദ്ധത്തിന്റെ ആരംഭം പോലെ ആ മായാവലയത്തിനു ചുറ്റുമുള്ള അന്തരീക്ഷം നിശബ്ദമായി. അടുത്ത നിമിഷത്തിൽ കയ്യിലിരുന്ന വാളുയർത്തി മുന്നോട്ട് കുതിക്കുവാൻ വജ്രപാതൻ തന്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകി. ഭീമകാചകൻ ഉടൽ വിളിച്ച് തന്റെ സൈന്യത്തിനുള്ള മുന്നറിയിപ്പ് നൽകി. അത് കേൾക്കുവാൻ കാത്തുനിന്നിരുന്ന ആ കരിങ്കടൽ സൈന്യം ഭീകരമായ അലകൾ ഇളകിയതുപോലെ ആർത്തലച്ചുകൊണ്ട് മുന്നിലേക്കടുത്തു. മുന്നിലേക്ക് വരുന്ന ആ സൈന്യത്തെ കണ്ട് ദുർഗയുടെയും ആദിയുടെയും കുതിരകൾ മുൻകാലുകൾ ഉയർത്തി തല കുടഞ്ഞ് രോഷം പ്രകടിപ്പിച്ചു. വഴിമാറി വന്ന 2 കടലുകൾ കൂട്ടിയടിക്കും പോലെ, 2 ഭാഗത്തു നിന്നും വന്ന കൊടുങ്കാറ്റുകൾ കൂടിച്ചേരും പോലെ ഇരു സൈന്യങ്ങളും ഏറ്റുമുട്ടി. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ തന്നെ മുൻപോട്ട് നീങ്ങിയ എൽഫ്സിന്റെ സൈന്യം അർദ്ധവൃത്താകൃതിയിൽ നിറന്ന് മുന്നോട്ട് വന്ന കൗശല്യന്റെ സൈന്യത്തെ വളഞ്ഞ് മുന്നോട്ട് കയറി. ആയുധങ്ങൾ കൂട്ടിമുട്ടുന്നതിന്റെ ഭയാനകമായ ശബ്ദങ്ങൾ, ആക്രോശങ്ങൾ, നിലവിളികൾ. ശരീരത്തിലേക്ക് തുളച്ചു കയറുന്ന ആയുധങ്ങൾ വലിച്ചൂരിയെടുക്കുമ്പോൾ ചീറ്റിത്തെറിക്കുന്ന കടും ചോര. നിമിഷ നേരം കൊണ്ട് ആ യുദ്ധക്കളം ഒരു ചോരപ്പുഴയായി. ആചകന്മാർ ആക്രോശത്തോടെ മുകളിലേക്ക് പറന്നുയർന്ന് എൽഫ്സിന്റെ മുകളിലേക്ക് ചാടി വീണ് ആക്രമിക്കുമ്പോൾ കയ്യിലുള്ള കുന്തങ്ങൾ കൊണ്ട് ആചകന്മാരെ കുത്തി കോർത്തെടുത്ത് ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് എൽസ് സൈന്യം അടിവെച്ച് ചിട്ടയോടെ മുൻപോട്ട് കയറി. പക്ഷേ കരിങ്കടൽ തിരമാല പോലെ ഉയർന്നു പൊങ്ങി താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആചകന്മാരിൽ പലരുടെയും ആയുധവും കുക്കും കൊണ്ട് മുറിവേറ്റും മരിച്ചും എൽസും വീണുകൊണ്ടിരുന്നു. മുന്നോട്ട് കയറിയ വജ്രപാതനെ വീരഭദ്രനും ഭീമാകാരനായ വൃഗോദരനെ ആദിയും നേരിട്ടപ്പോൾ കുറച്ചപ്പുറത്ത് ദുർഗയും എൽവേരയും ചേർന്ന് ദുർവർഷിണിയെയും അവളുടെ അംഗരക്ഷകരെയും നേരിടുകയായിരുന്നു.
അഗ്നി വർഷിച്ച് മുൻപോട്ട് വന്ന അഗ്നിവർഷനെ വജ്രബാഹു തന്റെ അസ്ത്രങ്ങളാൽ തടുത്തു നിർത്തി. വിചിത്രരൂപനും അക്രൂരനും ശ്രുതികനും ചേർന്ന് ഗ്രണാസുരനെയും പ്രചണ്ഡാസുരനെയും കൃതവർമാസുരനെയും നേരിട്ടപ്പോൾ ചിത്രവർമ്മൻ തന്റെ ഗദയുമായി അതിശക്തനായ ശുദ്രകനെയാണ് നേരിട്ടത്. ഭൈരവനും വികർണനും ചേർന്ന് അന്തകാസുരനെയും ഗണ്ഡകർണനെയും നേരിട്ടു. കൃപനും രൗദ്രകർമ്മനും തങ്ങളുടെ കുന്തങ്ങൾ ഉപയോഗിച്ചും ഉഗ്രസേനൻ തന്റെ ഗദ കൊണ്ടും വികടാസുരനെയും ബാണാസുരനെയും വിചിത്രബാഹുവിനെയും എതിർത്തു നിന്നു. വീരഭദ്രന് തുല്യനായ എതിരാളി തന്നെയായിരുന്നു വജ്രപാതൻ. കുതിരയുടെ മുകളിലിരുന്ന് ഏറ്റുമുട്ടി അവർ ഇരുവരും ജയപരാജയങ്ങളില്ലാതെ പൊരുതിക്കൊണ്ടിരുന്നു. വാളുകൾ തമ്മിൽ കൂട്ടിമുട്ടുന്ന ശക്തിയിൽ തീപ്പൊരികൾ പറന്നു. വീരഭദ്രൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു നിമിഷം കുതിരയുടെ മുകളിൽ ഇരിക്കുകയായിരുന്ന വജ്രപാതൻ തന്റെ ചെന്നായ രൂപത്തിൽ വീരഭദ്രന്റെ കഴുത്ത് ലക്ഷ്യമാക്കി കുതിച്ചു ചാടി. എന്നാൽ തന്റെ കഴുത്തിന് നേരെ വന്ന വജ്രപാതന്റെ കൂർത്ത പല്ലുകളുടെ ഇടയിൽ നിന്നും വീരഭദ്രൻ ഒരു പരുന്തായി മാറി ചിറകടിച്ച് മുകളിലേക്ക് പറന്നു മാറി. തിരികെ വജ്രപാതന്റെ മുകളിലേക്ക് പറന്നു വന്ന വീരഭദ്രൻ തന്റെ കൂർത്ത നഖങ്ങൾ അവന്റെ മുതുകിലാഴ്ത്തി. വേദന കൊണ്ട് പിടഞ്ഞു മാറിയ വജ്രപാതൻ എൽസ് പടയാളികളുടെ ഇടയിലേക്ക് ഓടിക്കയറി. അവരുടെ കൂർത്ത കുന്തങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി തന്റെ വജ്രതുല്യമായ കൂർത്ത പല്ലുകൾ കൊണ്ട് അവരെ കടിച്ചു കുടഞ്ഞ് അവൻ അവർക്കിടയിലൂടെ പാഞ്ഞു നടന്നു. അവന്റെ പിന്നാലെ ചിറകു വിരിച്ചെത്തിയ വീരഭദ്രൻ വീണ്ടും തന്റെ നഖങ്ങൾ ഉപയോഗിച്ച് അവനെ ആക്രമിച്ചു. നിവൃത്തിയില്ലാതെ മുകളിലേക്ക് ചാടിയ വജ്രപാതൻ അടുത്ത നിമിഷം മനുഷ്യരൂപം പൂണ്ട് വാളുമായി താഴേക്ക് ചാടി വരുന്ന വീരഭദ്രനെ തിരിഞ്ഞാക്രമിച്ചു. അവൻ വീശിയ വാളിൽ നിന്നും ഒഴിഞ്ഞു മാറിയ വീരഭദ്രൻ തന്റെ മനുഷ്യരൂപത്തിൽ നിലത്ത് കാലുകുത്തി വജ്രപാതനെ വീണ്ടും എതിരിട്ടു. കുറച്ചകലെയായി അപ്പോഴും രുദ്രനും വൃഗോദരനും തമ്മിൽ തീ പാറുന്ന പോരാട്ടമായിരുന്നു. രുദ്രന്റെ വാൾപ്രയോഗങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിയ ശേഷം വീണ്ടും മുന്നോട്ട് വന്ന വൃഗോദരൻ രുദ്രനെ ആക്രമിച്ചുകൊണ്ടിരുന്നു. ഭീമാകാരനായ അവന്റെ വലിപ്പമേറിയ വാൾ തടഞ്ഞ് മുകളിലേക്ക് ചാടിയ രുദ്രൻ തന്റെ കയ്യിലിരുന്ന വാൾ അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ ശ്രമിച്ചെങ്കിലും അവന്റെ നെഞ്ചിനു കുറുകെ ഉണ്ടായിരുന്ന വജ്രതുല്യമായ മറ്റു രണ്ട് കൈകൾ ആ ശ്രമം തടഞ്ഞു. അവന്റെ ഹൃദയം തകർക്കാതെ അവനെ വധിക്കുവാൻ സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ രുദ്രൻ കോപം കൊണ്ട് ഉറക്കെ അലറി. അന്തരീക്ഷത്തിൽ നിന്നും മിന്നൽ പിണരുകൾ അവന്റെ ശരീരത്തിലേക്ക് പാഞ്ഞു കയറി. അടുത്ത നിമിഷം അവന്റെ കയ്യിൽ ധ്രുമമഹർഷി സമ്മാനിച്ച പരശുരാമന്റെ മഴു പ്രത്യക്ഷപ്പെട്ടു. അവൻ ആ മഴു വൃഗോദരന്റെ ഹൃദയം ലക്ഷ്യമാക്കി ആഞ്ഞെറിഞ്ഞു. പക്ഷെ അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തും മുൻപ് തന്നെ വൃഗോദരൻ അവിടെ നിന്നും അപ്രത്യക്ഷനായിരുന്നു. തന്റെ ഇര നഷ്ടപ്പെട്ട ദേഷ്യത്തിൽ അലറിയ രുദ്രൻ അടുത്ത നിമിഷം കയ്യിൽ തിരികെ എത്തിയ മഴുവുമായി ആചകന്മാരുടെ ഇടയിലേക്ക് ചാടി വീണു. തലങ്ങും വിലങ്ങും മഴു വീശി മുന്നിൽ കണ്ട ആചകന്മാരെയെല്ലാം അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അവൻ മുൻപോട്ട് നീങ്ങി. അവന്റെ ശരീരം അവരുടെ ചോരയിൽ കുളിച്ച് ചുവന്ന നിറമായി. ചോര ഒഴുകിപ്പടർന്ന മുഖത്ത് തിളങ്ങുന്ന നീലക്കണ്ണുകളുമായി കയ്യിൽ മഴുവേന്തി കാലഭൈരവനെ പോലെ അവൻ ആ പോർക്കളത്തിൽ സംഹാര താണ്ഡവമാടി ആചകന്മാരെ കൊന്നുതള്ളിക്കൊണ്ടിരുന്നു. മറ്റൊരു ഭാഗത്ത് അപ്പോഴും ദുർഗയും എൽവേരയും ചേർന്ന് ദുർവർഷിണിയെയും അവളുടെ അംഗരക്ഷകരെയും നേരിടുകയായിരുന്നു. ദുർവർഷിണി അതിശക്തയായിരുന്നെങ്കിലും ദുർഗയുടെയും എൽവേരുടെയും ഒരുമിച്ചുള്ള ആക്രമണം തടയുവാൻ അവൾ നന്നേ ബുദ്ധിമുട്ടി. ഇരു കൈകളിലും വാളുകളേന്തിയാണ് അവൾ അവരെ നേരിട്ടത്. കുതിരപ്പുറത്ത് ഇരുന്നും കൊണ്ട് ദുർവർഷിണിയെ നേരിട്ട ദുർഗയുടെ മുകളിലേക്ക് ദുർവർഷിണിയുടെ അംഗരക്ഷകർ ചാടി വീണു. എന്നാൽ തക്ക സമയത്ത് എൽവേര തന്റെ ചിറകുകൾ ഉപയോഗിച്ച് അവരെ അടിച്ചു തെറിപ്പിച്ചു. അതിൽ തന്റെ മുൻപിലേക്ക് വന്നു വീണ ഒരു അംഗരക്ഷകന്റെ കഴുത്തിലേക്ക് ദുർഗയുടെ കുതിര തലകുനിച്ച് തന്റെ കൊമ്പുകൾ കുത്തിയിറക്കി. ഒന്ന് പിടഞ്ഞവൻ അടുത്ത നിമിഷം നിശ്ചലനായി. അത് കണ്ട് ഉറക്കെ അലറിക്കൊണ്ട് ദുർവർഷിണി തന്റെ വാൾ ആഞ്ഞു വീശി. ദുർഗയുടെ കുതിരയായ പെഗാസസിന്റെ കഴുത്ത് ലക്ഷ്യമാക്കി പാഞ്ഞു വന്ന ആ വാളിനെ ദൂരെ നിന്നും മൂളിപ്പാഞ്ഞെത്തിയ ഒരു കുന്തം തട്ടിത്തെറിപ്പിച്ചു. തിരിഞ്ഞു നോക്കിയ ദുർഗ കണ്ടത് രക്തത്തിൽ കുളിച്ച് കരിനീല കണ്ണുകൾ മാത്രം പുറമേ കാണുന്ന വിധത്തിൽ കുറച്ചകലെയായി തന്നെ നോക്കി നിൽക്കുന്ന രുദ്രനെയാണ്. അവൾ നോക്കി നിൽക്കെ അടുത്ത നിമിഷം അവന്റെ മേലേക്ക് ചാടി വീണ 100ഓളം വരുന്ന ആചകന്മാരുടെ അടിയിൽപ്പെട്ട് അവനെ കാണാതെയായി. ആ സമയം ദുർവർഷിണിയുടെ മുകളിലേക്ക് പറന്നു പൊങ്ങിയ എൽവേര അവളുടെ കൊമ്പുകളിൽ പിടിച്ച് തല പുറകിലേക്ക് വലിച്ചു പിടിച്ചു. ദുർഗ തന്റെ കുതിരയുടെ മുകളിലേക്ക് ചാടിക്കയറി നിന്നും കൊണ്ട് തല പുറകിലേക്ക് മലർന്നുപോയ ദുർവർഷിണിയുടെ കഴുത്ത് ലക്ഷ്യമാക്കി തന്റെ വാൾ ആഞ്ഞു വീശി. പക്ഷെ ആ സമയം തന്നെയാണ് തങ്ങളുടെ സഹോദരനെ കൊലപ്പെടുത്തിയ പെഗാസസിന്റെ പുറകിലെ കാലുകളിൽ പിടിച്ച് ദുർവർഷിണിയുടെ മറ്റു 2 അംഗരക്ഷകർ പുറകിലേക്ക് വലിച്ചത്. പ്രതീക്ഷിക്കാതെ അടിതെറ്റിയ ദുർഗ താഴെ ദുർവർഷിണിയുടെ മുന്നിലേക്ക് കമഴ്ന്നടിച്ചു വീണു. അടുത്ത നിമിഷം തന്റെ കൊമ്പുകളിൽ പിടിച്ചിരുന്ന എൽവേരയെ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് ദുർവർഷിണി തന്റെ വാൾ ഇരു കൈകൾ കൊണ്ടും ഉയർത്തി ദുർഗയുടെ മുതുകിൽ കുത്തി ഇറക്കുവാൻ ശ്രമിച്ചു. അതേസമയം തൊട്ടപ്പുറത്ത് രുദ്രനെ പൊതിഞ്ഞ് ആക്രമിച്ചുകൊണ്ട് അവന്റെ മുകളിലേക്ക് വീണ ആചകന്മാർ മുകളിലേക്ക് ഉയർന്നു തെറിക്കുന്ന കാഴ്ചയാണ് എൽവേര കണ്ടത്. അവർക്ക് നടുവിൽ അലറിക്കൊണ്ടു നിന്ന രുദ്രന്റെ കയ്യിൽ നിന്നും ആ ദിവ്യമായ മഴു അന്തരീക്ഷത്തിൽ പറന്നു നിൽക്കുകയായിരുന്ന എൽവേരയുടെ പുറകിൽ നിന്നിരുന്ന ദുർവർഷിണിയെ ലക്ഷ്യമാക്കി കറങ്ങി തിരിഞ്ഞു വന്നു.
ആ മഴുവിന്റെ പാതയിൽ നിന്നും ചാടി മറിഞ്ഞ് മുകളിലേക്ക് പറന്നു മാറിയ എൽവേരയുടെ താഴെ കൂടി ആ മഴു പാഞ്ഞു ചെന്ന് ദുർഗയെ കുത്താനൊരുങ്ങുന്ന ദുർവർഷണിയുടെ നെറ്റിയിൽ തറച്ചു കയറി. തലയോട്ടി പിളർന്ന് തലച്ചോറിനകത്തുകൂടെ കയറിയ മഴു അവളുടെ കഴുത്ത് വരെ ഇറങ്ങി നിന്നു. ശിരസ് രണ്ടായി പിളർന്ന് മുകളിലേക്ക് ചീറ്റിയ ചോരയിൽ കുളിച്ച് ആ ഭീകര രാക്ഷസി പുറകോട്ടു മറിഞ്ഞു. അടുത്ത നിമിഷം ചാടി എഴുന്നേറ്റ ദുർഗയുടെ വാൾ ആ രാക്ഷസിയുടെ മറ്റു 2 അംഗരക്ഷകരുടെയും കഴുത്ത് വെട്ടിമാറ്റി. കിതച്ചുകൊണ്ട് രുദ്രനെ നോക്കിയ ദുർഗയെ കണ്ണൊന്നടച്ച് കാണിച്ചിട്ട് അവൻ വീണ്ടും തന്റെ സംഹാരതാണ്ഡവം തുടർന്നു. തനിക്കു ചുറ്റും നിന്ന് ആക്രമിക്കുന്ന എൽവിസിനെ തന്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന തീ കൊണ്ട് ചുട്ടുകൊന്നുകൊണ്ടിരുന്ന അഗ്നിവർഷന് ചുറ്റും വജ്രബാഹു തന്റെ അസ്ത്രങ്ങളാൽ ഒരു കോട്ട തന്നെ കെട്ടി. അഗ്നിവർഷന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന തീജ്വാലകൾ വജ്രബാഹു ആ കോട്ടയ്ക്കുള്ളിൽ തടുത്തു നിർത്തി. അതിൽ നിന്നും പുറത്തു കടക്കുവാനാവാതെ അഗ്നിവർഷൻ ഉച്ചത്തിൽ അലറി. രുദ്രന്റെ അംഗരക്ഷകരായ വിചിത്രരൂപനെയും അക്രൂരനെയും ശ്രുതികനെയും ഗ്രാണാസുരനും പ്രചണ്ഡാസുരനും കൃതവർമാസുരനും ചേർന്ന് മാറി മാറി ആക്രമിച്ചെങ്കിലും അയോധനകലയെ പ്രഗത്ഭരായ 3 പേരും കൂടി തങ്ങളുടെ കുതിരപ്പുറത്തിരുന്ന് രാക്ഷസന്മാരുടെ ആക്രമണത്തെ നിസ്സാരമായി നേരിട്ടു. അതിനിടയ്ക്ക് ഒറ്റക്കായി പോയ ചിത്രവർമ്മൻ കൗശല്യന്റെ അതിശക്തനായ ക്ഷുദ്രകാസുരന്റെ മുന്നിൽ ചെന്ന് പെട്ടു. ക്ഷുദ്രകാസുരൻ ഇരയെ കണ്ട കടുവയെപ്പോലെ ചിത്രവർമ്മന്റെ മേൽ ചാടി വീണു. ചിത്രവർമ്മൻ ക്ഷുദ്രകാസുരനെ സർവശക്തിയും ഉപയോഗിച്ച് നേരിട്ടെങ്കിലും ക്രമേണ തളർന്നു തുടങ്ങിയ ചിത്രവർമ്മന്റെ മുകളിലേക്ക് ക്ഷുദ്രകാസുരൻ ചിറക് വിരിച്ച് പറന്നു ചാടി. അവൻ തന്റെ കാലുകളിലെ കൂർത്ത നഖങ്ങൾ കൊണ്ട് ചിത്രവർമ്മന്റെ ശിരസിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തി ദൂരേക്ക് വലിച്ചെറിഞ്ഞു. ദൂരെ നിലത്ത് ചെന്ന് വീണ ചിത്രവർമ്മന്റെ മുകളിലേക്ക് ക്ഷുദ്രകാസുരൻ അലറിക്കൊണ്ട് ചാടി വീണു. ഭൈരവനും വികർണനും ആ സമയം അസ്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അന്ധകാസുരനെയും ഗണ്ഡകർണനെയും ദൂരേക്ക് പായിച്ചുകൊണ്ടിരുന്നു. കൃപനും രൗദ്രകർമ്മനും തങ്ങളുടെ കുന്തങ്ങൾ ഉപയോഗിച്ച് നൽകിയ സംരക്ഷണ വലയത്തിന് നടുവിൽ നിന്ന് ഉഗ്രസേനൻ തന്റെ കാഠിന്യമേറിയ ഗദ വീശി ഭീമസേനനെ പോലെ വികടാസുരനെയും ബാണാസുരനെയും വിചിത്രബാഹുവിനെയും തല്ലിച്ചതച്ചു. ആ സമയം അങ്ങകലെ ക്ലോവിയായും എലീസിയയും ആചകന്മാരുടെ സൈന്യത്തെ നയിച്ചിരുന്ന ദാരുകാചകനും ഭീമകാചകനുമായി ഏറ്റുമുട്ടുകയായിരുന്നു. ഗ്രാണാസുരനും പ്രചണ്ഡാസുരനും കൃതവർമാസുരനും വിചിത്രരൂപന്റെയും അക്രൂരന്റെയും ശ്രുതികന്റെയും ആക്രമണത്തിൽ മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ യുദ്ധരംഗത്ത് നിന്നും ഓടി രക്ഷപ്പെട്ടു. വിജയാഹ്ലാദത്തോടെ തിരിഞ്ഞ് അവർ കണ്ടത് അത്യന്തം ദാരുണമായ ഒരു കാഴ്ചയായിരുന്നു. അല്പമകലെ അവരുടെ സഹോദരനായ ചിത്രവർമ്മന്റെ മുകളിൽ ചിറക് വിരിച്ചിരിക്കുന്ന ക്ഷുദ്രകാസുരൻ. അവർ മൂവരും വാളുകൾ വീശി തങ്ങളുടെ കുതിരകളെ ക്ഷുദ്രകാസുരന് നേരെ പായിച്ചു. കുതിരക്കുളമ്പടികൾ കേട്ട് ക്ഷുദ്രകാസുരൻ തിരിഞ്ഞു നോക്കി. അവന്റെ മുഖം മുഴുവൻ ചിത്രവർമ്മന്റെ നെഞ്ചിലെ ചോരയായിരുന്നു. അവരുടെ വരവ് കണ്ട ക്ഷുദ്രകാസുരൻ ചിത്രവർമ്മന്റെ നെഞ്ചിൽ നിന്നും കടിച്ചുപറിച്ച മാംസം ചവച്ചും കൊണ്ട് ചിറകടിച്ച് മുകളിലേക്ക് പറന്നുയർന്നു. വിജയത്തിന്റെ അട്ടഹാസം മുഴക്കി അവൻ ദൂരേക്ക് പറന്നു മറഞ്ഞു. കുതിരപ്പുറത്തു നിന്നും ചാടി ഇറങ്ങി ചിത്രവർമ്മന്റെ അടുത്തേക്ക് ഓടിയെത്തി അവർ 3 പേരും അവന്റെ അവസ്ഥ കണ്ട് പൊട്ടിക്കരഞ്ഞു. മാറു പിളർന്ന് ചോരയൊലിപ്പിച്ച് കിടക്കുന്ന അവരുടെ സഹോദരനായ ചിത്രവർമ്മനെ മടിയിലേക്ക് എടുത്തു കിടത്തി അവർ ഉറക്കെ കരഞ്ഞു. പതുക്കെ ഒന്ന് അനങ്ങിയ ചിത്രവർമ്മൻ തന്റെ വിറക്കുന്ന കൈ അവരുടെ നേരെ നീട്ടി. അടുത്ത നിമിഷം ആ ശരീരം നിശ്ചലമായി. ചിത്രവർമ്മന്റെ ശരീരത്തിൽ നിന്നും ഒരു വെള്ളി വെളിച്ചം മുകളിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിൽ കൂടി അവർക്ക് മുന്നിൽ അപ്രത്യക്ഷമായി. പടക്കളത്തിൽ വീരചരമം പ്രാപിച്ച ചിത്രവർമ്മന്റെ ആത്മാവ് വീരസ്വർഗത്തിലേക്ക് യാത്രയാകുന്നത് നോക്കി അവർ നിന്നു. ചിത്രവർമ്മന്റെ ചിതയ്ക്കു ചുറ്റും നിൽക്കുകയായിരുന്നു രുദ്രനും ദുർഗയും വീരഭദ്രനും അവശേഷിക്കുന്ന 9 അംഗരക്ഷകരും. ആദ്യ ദിവസം തന്നെ തങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സഹോദരനെ നഷ്ടപ്പെട്ട ദുഃഖത്തെക്കാളേറെ അവരുടെ മനസ്സിൽ നിറഞ്ഞു നിന്നിരുന്നത് പ്രതികാര ചിന്തയായിരുന്നു. ചിത്രവർമ്മനെ വധിച്ച ക്ഷുദ്രകാസുരനെ നാളെ തന്നെ വധിക്കുമെന്ന് അവർ ആ ചിതയ്ക്കു ചുറ്റിലും നിന്ന് പ്രതിജ്ഞയെടുത്തു. യുദ്ധം 2ാം ദിവസം. അന്ന് രുദ്രനും ദുർഗയും വീരഭദ്രനും എൽവേരയും ചേർന്ന് ബാക്കിയുള്ള അസുരന്മാരെ തടുത്തു നിർത്തിയപ്പോൾ മറ്റ് 9 അംഗരക്ഷകരും പോർക്കളത്തിൽ ക്ഷുദ്രകാസുരനെ തിരഞ്ഞു നടക്കുകയായിരുന്നു. ഒടുവിൽ അഗ്നിവർഷൻ തീർത്ത സുരക്ഷാ വലയത്തിനുള്ളിൽ നിൽക്കുന്ന ക്ഷുദ്രകാസുരനെ അവർ കണ്ടെത്തി. അഗ്നിവർഷനെയും ക്ഷുദ്രകാസുരനെയും വളഞ്ഞ് അവർ ആക്രമണം തുടങ്ങി. അവർക്കു ചുറ്റും 4 വശത്തു നിന്നും സംരക്ഷണം നൽകിക്കൊണ്ട് ആദ്യം ദുർഗയും വീരഭദ്രനും എൽവേരയും നിരന്നു. ഒരു കൈയിൽ വാളും മറുകൈയിൽ മഴുവുമേന്തി മിന്നൽ വേഗത്തിൽ ചലിച്ച രുദ്രനെയും ഐന്ദ്രം എന്ന വില്ലിൽ നിന്നും തുടരെ അസ്ത്രങ്ങളെയ്ത ദുർഗയെയും മറികടന്ന് ക്ഷുദ്രകാസുരന്റെ സഹായത്തിനെത്തുവാൻ മറ്റു രാക്ഷസ ശക്തികൾക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ ദിവസം ആദിയുടെ ശക്തിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാനാവാതെ യുദ്ധരംഗത്തു നിന്നും അപ്രത്യക്ഷനായ വൃഗോദരൻ വിചിത്രബാഹുവുമായി ചേർന്ന് രുദ്രനെ നേരിട്ടു. ഇരുവശത്തു നിന്നും അവനെ ആക്രമിച്ച അവരെ ഒരു കൈയിൽ ഭാർഗവരാമന്റെ മഴുവും മറുകൈയിൽ ത്രിശൂലവുമേന്തി രുദ്രൻ നിസ്സാരമായി എതിരിട്ടു. അന്ധകാസുരനെയും ഗണ്ഡകർണനെയും ദുർഗ അസ്ത്രപ്രയോഗത്തിലൂടെ തടഞ്ഞു നിർത്തി.
ഗ്രാണാസുരനും വികടാസുരനും പ്രചണ്ഡാസുരനും ചേർന്ന് വീരഭദ്രനെ ആക്രമിച്ച് മുന്നോട്ടു പോകുവാൻ ശ്രമിച്ചെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിലാണ് വീരഭദ്രൻ അവരെ തിരിച്ചാക്രമിച്ചത്. ബാണാസുരനും കൃതവർമാസുരനും ചേർന്ന് എൽവേരയെ ആക്രമിക്കുന്നതിനിടയിൽ വജ്രപാതനും അവരോടൊപ്പം ചേർന്നത് കണ്ട് എൽവേരയുടെ സഹായത്തിനായി ക്ലോവിയ ഓടിയെത്തി. അഗ്നിവർഷന്റെയും ക്ഷുദ്രകാസുരന്റെയും ചുറ്റും വട്ടം കറങ്ങി നിന്ന് തങ്ങളുടെ ആയുധങ്ങൾ ഉപയോഗിച്ച് രുദ്രന്റെ 9 അംഗരക്ഷകരും അവരെ ആക്രമിച്ചു. പക്ഷേ അഗ്നിവർഷന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന തീജ്വാലകൾ അവരെ ക്ഷുദ്രകാസുരന്റെ അടുത്തേക്ക് എത്തുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തി. അഗ്നിവർഷനെ വധിക്കാതെ ക്ഷുദ്രകാസുരനെ തൊടുവാൻ അവർക്ക് സാധിക്കുകയില്ലെന്ന് മനസ്സിലാക്കിയ ദുർഗ തന്റെ കുതിരയുടെ മുകളിൽ നിന്നും അംഗരക്ഷകരുടെ മുകളിലൂടെ ഉയർന്നു ചാടി. ഒന്ന് മലക്കം മറിഞ്ഞ് അവർക്ക് മുകളിലൂടെ അഗ്നിവർഷന്റെ മുകളിലേക്കെത്തിയ അവളുടെ വില്ലിൽ നിന്നും ജലദേവതയുടെ അസ്ത്രമായ വരുണാസ്ത്രം അഗ്നിവർഷന്റെ നേരെ മൂളിപ്പാഞ്ഞു. ആ അസ്ത്രത്തിൽ നിന്നും ചിതറിയ ജലത്താൽ അഗ്നിവർഷന്റെ ശരീരത്തിൽ നിന്നും ഉയർന്ന തീ കെട്ടടങ്ങി. അതോടൊപ്പം ആ അസ്ത്രം അവന്റെ ശിരസ് പിളർത്തി അപ്രത്യക്ഷമായി. അഗ്നിവർഷന്റെ സംരക്ഷണം നഷ്ടപ്പെട്ട ക്ഷുദ്രകാസുരൻ ഭയന്ന് ചുറ്റിനും നോക്കി. അവനെ ചുറ്റി നിന്ന രുദ്രന്റെ അംഗരക്ഷകർ തങ്ങളുടെ ആയുധങ്ങൾ ഉയർത്തി അവന്റെ നേരെ പാഞ്ഞെടുത്തു. തുടരും. രുദ്ര അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങളും ലൈക്കുകളും ഹൈപ്പും ഒക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ കഥയുടെ ലിങ്ക് കഴിയുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൂടി കൊടുത്തേക്കണേ. താങ്ക്